നോക്കുക, ഇക്വേഷൻസ് ഓഫ് മോഷൻ. എത്ര ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ട് പറഞ്ഞേ. നിങ്ങൾ മൈക്ക് ഓൺ ആക്കി സംസാരിക്കുക കേട്ടോ. നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഇക്വേഷൻസ് ഒരിക്കലും പഠിക്കാതെ പോകരുത്. എപ്പോഴും മൈക്ക് ഓൺ ആക്കുന്നവർ അത് പറഞ്ഞു കഴിയുമ്പോൾ ഒന്ന് ഓഫ് ആക്കും കൂടെ ചെയ്യണേ, അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഓക്കെ, ആരോ മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടല്ലോ. സവിത ആർ മൈക്ക് ഒന്ന് ഓഫ് ആക്കുവോ? ഓക്കെ ഓക്കെ. ഫോൺ ഓക്കെ, അപ്പൊ 3 ഇക്വേഷൻ ആണ്. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് 80, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് 80 സ്ക്വയർ, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as. അപ്പൊ ഇതിന്റെ എന്തൊക്കെയാണ് സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വി എന്താണ്, യു എന്താണ്, എസ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ. അപ്പൊ എല്ലാവരുടെ കയ്യിലും പേനയും പേപ്പറും ഒക്കെ ഇല്ലേ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് പെട്ടെന്ന് വർക്ക്ഔട്ട് ചെയ്തേ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, എളുപ്പം സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. പെട്ടെന്നൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് ആൻസർ പറഞ്ഞേ. കിട്ടിയോ? ബി 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ ആൻസർ വരുന്നത്. എങ്ങനെയാ ചെയ്യുന്നത്? ഏത് ഇക്വേഷനാണ് നിങ്ങൾ യൂസ് ചെയ്തത്? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് 80. ആ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഇതിലേക്ക് എത്താൻ പറ്റും. എന്താണ്? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് 80. ഇതിൽ വി എന്താണ്? ഫൈനൽ വെലോസിറ്റി. അതിന്റെ വാല്യൂ എന്താണ് ക്വസ്റ്റ്യനിൽ? അങ്ങനെ നമുക്ക് സ്പോട്ട് ഔട്ട് ചെയ്യാൻ പറ്റണം. ബോഡി സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് എന്ന് പറയുമ്പോൾ യു എന്താണ്? 0 വരും അല്ലെ? ആക്സിലറേഷൻ എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ടി എത്രയാണ്? ആഫ്റ്റർ 5 സെക്കൻഡ് ആണ് അല്ലെ? അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന വി ആണ്. സോ വി ഇസ് ഈക്വൽ ടു 25 മീറ്റർ പെർ സെക്കൻഡ്. കണ്ടോ, പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? ആർക്കും കാണുന്നില്ല? കാണാത്തവർ നെറ്റ്വർക്ക് കണക്ഷൻ ഒന്ന് നോക്കുക കേട്ടോ. ചിലപ്പോ നെറ്റ് കുറവാണെങ്കിൽ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും സ്ക്രീന്. അതിലൊന്നും ആക്കാനില്ല. കാണില്ല. ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ കാണേണ്ടതാണല്ലോ. നെറ്റ് ഉണ്ടെന്ന് ഉറപ്പല്ലേ? റിട്ടേൺ ടു ടോപ്പ് കൊടുക്ക്, ഇതെല്ലാം കാണാൻ പറ്റും. റിട്ടേൺ ടു ടോപ്പ് കൊടുക്ക്. നോക്കട്ടെ. ഓക്കെ. അപ്പൊ അടുത്തതാണ് നമ്മുടെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇതില് ഈ രീതിയിൽ വരുന്ന നിങ്ങൾ നോക്കണം. ഇതില് കറക്റ്റ് ആയിട്ട് ഈ പ്രോബ്ലംസ് ചെയ്യാൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാറ് നമുക്ക് കിട്ടണം. പിന്നെ അടുത്തതാണ് പാസ്കൽസ് ലോ. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എന്നിട്ട് പതുക്കെ ലോയിലേക്ക് പറയാം. എഫ് ഈക്വൽ ടു പി എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അല്ലെങ്കിൽ പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഇതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ പരിചയം. എങ്ങനെയെങ്കിലും പഠിച്ചാൽ മതി. ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പ്രോബ്ലം നോക്കിയേ. എ പ്രഷർ ഓഫ് 2000 pascal is transmitted throughout a liquid column due to a force being applied on a piston. If the piston has an area of 0.1 meter square, what force is applied? വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. എന്തൊക്കെ ഇവിടെ തന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു പോവാം, അല്ലെ നമുക്ക് ഒത്തിരി ടൈം എടുക്കും. പ്രഷർ തന്നിട്ടുണ്ട് അല്ലെ, എത്രയാണ്? 2000 പാസ്കൽ. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നവർ തന്നെ ചെയ്യാം കേട്ടോ. ആൻഡ് ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? 0.1 മീറ്റർ സ്ക്വയർ. അപ്പൊ ഫോഴ്സ് കണ്ടാൽ മതി. അപ്പൊ ഈ ഇക്വേഷൻ അറിയുമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പാസ്കലിലുള്ള പ്രഷർ തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 200 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ഈ PDF ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ടായിരിക്കും. നിങ്ങൾ ശേഷം ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, ക്ലാസ്സിന് ശേഷം. ഇത് ക്ലിയർ ആണല്ലോ? അപ്പൊ പാസ്കൽസ് ഫോർമുല ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണല്ലോ? ഇനി ഓക്കെ, ഇനി ആർക്കിമിഡീസ് പ്രിൻസിപ്പൾ യൂസ് ചെയ്തിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ദ റിസൾട്ടിംഗ് ഫോഴ്സ് ഇഫ് എ സ്റ്റീൽ ബോൾ ഓഫ് റേഡിയസ് 6 സെന്റിമീറ്റർ ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ. ഒന്ന് ചെയ്ത് നോക്കിക്കേ.
ഇതൊക്കെ നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കാൽക്കുലേറ്റ് ദ റിസൾട്ടിംഗ് ഫോഴ്സ് ഇഫ് എ സ്റ്റീൽ ബോൾ ഓഫ് റേഡിയസ് 6 സെന്റിമീറ്റർ ഇസ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക്കുകളുടെ തിയറി ടോപ്പിക്ക് നിങ്ങൾ ഒരു ചെറിയ ഇഫോർട്ട് എടുത്തിട്ട് നിങ്ങൾ നോക്കണം. അപ്പോൾ തിയറി ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതല്ലാതെ ഇങ്ങനെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നുണ്ട് തിയറി. അപ്പോൾ നിങ്ങൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താ നോക്കണം, എല്ലാവർക്കും അറിയുന്നതാണ്. അതേപോലെ ഇപ്പോൾ നമ്മൾ കണ്ട പാസ്കൽസ് ലോ എന്താ നോക്കണം. അതേപോലെ നിങ്ങൾ ഈ ഒരു PDF ഒന്ന് വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ ഇന്നത്തെ ക്ലാസ്സിന് ശേഷം. ക്ലിയർ ആണോ? എന്തൊക്കെയാ നോക്കണ്ടേ എന്നുള്ളൊരു ഹിന്റ് നമ്മൾ ഇന്ന് ഇട്ട് തരുന്നുണ്ട്. ശേഷം നിങ്ങൾ ഒരു മണിക്കൂർ ഇതിന്റെ മുകളിലൊന്നും ഇരുന്ന അത്യാവശ്യം ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാം. നോക്കിയേ, കാൽക്കുലേറ്റ് ദ റിസൾട്ടിംഗ് ഫോഴ്സ് ഇഫ് എ സ്റ്റീൽ ബോൾ ഓഫ് റേഡിയസ് 6 സെന്റിമീറ്റർ ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ. അപ്പോൾ ഇവിടെ എന്താണ് യൂസ് ചെയ്യുന്നത് നോക്കിയേ, റേഡിയസ് നമുക്ക് കാണാം. ഇവിടെ ആർക്കിമിഡീസ് പ്രിൻസിപ്പളിന് ഒരു ഫോർമുല ഉണ്ട്. എന്താണ്? റോ ജി ഇൻറ്റു വി. റോ എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റി ആണ്. ജി എന്ന് പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് വി എന്ന് പറയുന്നത് വോളിയം ആണ്. അപ്പോൾ ഇവിടെ സ്റ്റീൽ ബോൾ ഓഫ് റേഡിയസ് 6 സെന്റിമീറ്ററിന്റെ വോളിയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. റേഡിയസ് ഓഫ് സ്റ്റീൽ ബോൾ എത്രയാണ്? അപ്പൊ ഇതെല്ലാം മീറ്റർ സ്റ്റാൻഡേർഡ് യൂണിറ്റിലാണ് കേട്ടോ. വെയിറ്റ് ആണ് കിലോഗ്രാമില്, മാസ് ആണ് കിലോഗ്രാമില്, ലെങ്ത് ആണ് മീറ്ററിൽ, അങ്ങനത്തെ സ്റ്റാൻഡേർഡ് യൂണിറ്റിലാണ്. അപ്പോൾ റേഡിയസ് 6 സെന്റിമീറ്ററിന് തന്നതിന് നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. വോളിയം എങ്ങനെയാ കാണാൻ? ഒരു സ്ഫിയറിന്റെ വോളിയം എങ്ങനെയാ? വേഗം പറഞ്ഞേ. 4/3πr. അപ്പൊ അതിലേക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്കൊരു വോളിയം കിട്ടും. അതാണ് വി എന്ന് പറയുന്നത്. ഇനി ഡെൻസിറ്റി ഓഫ് വാട്ടർ, ഇത് കാണാതെ പഠിക്കണം. 1000 kg/m³. വെള്ളത്തിന്റെ ഡെൻസിറ്റിയുടെ വാല്യൂ കാണാതെ പഠിക്കുക. ചില പ്രോബ്ലത്തിലൊക്കെ തരും, ചിലതിൽ തരാറില്ല. സ്റ്റാൻഡേർഡ് നമ്മൾ അറിയേണ്ട വാല്യൂ ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ നമുക്ക് കാണാതെ അറിയാം. ഇനി ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പൊ PDF ഞാൻ ഇടുന്നതാണ്. അപ്പൊ നിങ്ങൾ ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. ഇതിൽ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, വൈ മെർക്കുറി ഈസ് യൂസ്ഡ് ഇൻ തെർമോമീറ്റർ. എന്തുകൊണ്ടാണ് മെർക്കുറി തെർമോമീറ്ററിൽ യൂസ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണ്? അതിന്റെ തെർമൽ എക്സ്പാൻഷൻ ആണ്. അതായത് ഹീറ്റ് ചെയ്യുമ്പോൾ മെർക്കുറി എക്സ്പാൻഡ് ചെയ്യും. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തുകൊണ്ടാണ് മെർക്കുറി തെർമോമീറ്ററിൽ യൂസ് ചെയ്യുന്നത്? അപ്പൊ അതിന് പ്രോപ്പർട്ടി ഉണ്ട്, ഹീറ്റ് ചെല്ലുമ്പോൾ തെർമൽ എക്സ്പാൻഷൻ നടക്കും. അത് ആ ഒരു പ്രോപ്പർട്ടീനെ ബേസ് ചെയ്ത് ഉള്ളത് കൊണ്ടാണ് മെർക്കുറിനെ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? തെർമോമീറ്ററിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് പോയിന്റും കൂടി ഉണ്ട്. ഷൈനിങ് സർഫസ് ഉണ്ട്, അപ്പൊ നമുക്ക് റീഡിംഗ് എടുക്കാൻ എളുപ്പമാണ്. ഇറ്റ് ഡസ് നോട്ട് വെറ്റ് ദ ഗ്ലാസ്. അപ്പൊ അതൊക്കെ സെക്കൻഡറി ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്? ഹൈ തെർമൽ എക്സ്പാൻഷൻ ആണ്. ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻ ആണ്. ഒരു എന്താ പറയാ, ഡിഗ്രി സെൽഷ്യസിൽ തന്നിരുന്ന കെൽവിനിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യും, ഫാരൻ ഹീറ്റിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യും, ഇതിനെ ബേസ് ചെയ്തിട്ട് ഒത്തിരി എക്സാമുകൾക്ക് നമുക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2 ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ കെൽവിനിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് ആർക്കും സംശയമില്ല. തന്നിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ 273 ആഡ് ചെയ്താൽ മതി അല്ലേ. ഫാരൻ ഹീറ്റിലേക്ക് മാറ്റാനുള്ള ഇക്വേഷൻ ഒന്ന് കാണാതെ പഠിക്കുക. 9/5 ഇൻറ്റു എത്രയാണോ ഡിഗ്രി സെൽഷ്യസ് തന്നിരിക്കുന്നത് പ്ലസ് 32. ഇത് നിങ്ങൾക്ക് അറിയാലോ. മൈക്ക് ഓൺ ആക്കി പറഞ്ഞോളൂ. നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞാൻ കാണില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ അപ്പം ഞാൻ ഇങ്ങനെ ഇടുന്നത് എന്തിനാണ്? നിങ്ങൾക്കൊരു ഹിന്റ് ആണ്. ഈ ഭാഗങ്ങൾ നിങ്ങൾ നോക്കണം കേട്ടോ. നമുക്ക് എല്ലാം ഈ 1 മണിക്കൂറിന്റെ 1-2 മണിക്കൂറിനുള്ളിൽ ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പൊ ഈ ഞാൻ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഒന്നും കൂടെ ഒരു ചെറിയ റിസർച്ച് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ടോസ് അക്കാഡമീനെ പരിചയപ്പെട്ടു. നമ്മൾ ടോസ് അക്കാഡമിയിൽ ക്ലാസ്സുകൾ നമ്മൾ ടീച്ചിങ് എലിജിബിലിറ്റി എക്സാമിന് ഫോക്കസ് ചെയ്തിട്ടുള്ള അക്കാഡമിയാണ്. അതേപോലെ തന്നെ PSC എക്സാമുകൾ, സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള PSC എക്സാം നമ്മളിപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒരു ഡെമോ സെഷന്, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, PDF നോട്ട്സ്, വീക്ക്ലി മോക്ക് ടെസ്റ്റ്, മന്ത്ലി റിവിഷൻ ടെസ്റ്റ്, PYQ ഡിസ്കഷൻസ് എല്ലാം ഒരു 2019 തൊട്ടുള്ള എല്ലാ PYQസും നമ്മളിവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. എല്ലാത്തിനും കേട്ടിട്ടും സെറ്റിനും ഒക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു സ്ട്രാറ്റജീസ്. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം. ഇനി ലൈറ്റ് എന്ന ടോപ്പിക്. ലൈറ്റ് എന്ന് പറയുമ്പോൾ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ തുടങ്ങിയ ഫിനോമിനൻ ഒക്കെയാണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുക. അപ്പൊ ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു ലോ ഉണ്ട്. അതെന്താണ് ആ ലോയെ ഒന്ന് പറഞ്ഞേ നിങ്ങൾ? ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഒരു ലോയുള്ള എത്ര ലോ ഉണ്ട്? ലോസ് ഓഫ് റിഫ്ലക്ഷനിൽ എത്ര പോയിന്റ് വരും? പറ എല്ലാരും പറ. 2 പോയിന്റ് ആണ് അല്ലെ പ്രധാനമായിട്ടും. ഇവിടെ നോക്കിയേ, ഇൻസിഡന്റ് റേ ഇതാണ്, റിഫ്ലക്റ്റഡ് റേ ഇതാണ്, ഇതാണ് നോർമൽ അല്ലെ. ഇത് മൂന്നും ലൈസ് ഓൺ ദ സെയിം പ്ലെയിൻ, അതാണ് ഒരു പോയിന്റ്. പിന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇങ്ങനെ 2 പോയിന്റ് അടങ്ങുന്നതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന
കൺസെപ്റ്റ്. ഇനി റിഫ്ലക്ഷൻ രണ്ട് തരം വരാം, റെഗുലർ റിഫ്ലക്ഷനും ഇറഗുലർ റിഫ്ലക്ഷനും. അപ്പോൾ ഇതിന്റെ പോയിന്റുകളൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് അതൊന്ന് PDF ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഐഡിയാസ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്മൂത്ത് സർഫസിൽ തട്ടിയിട്ട് റേസ് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കണ്ട് ഈ റേ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ക്രമമായിട്ട് റിഫ്ലക്ട് ചെയ്ത് പോവുകയാണ്. എന്നാൽ ഇറഗുലർ സർഫസ് നോക്കിയാൽ സർഫസ് എന്ന് പറയുന്ന റഫ് ആണ്, അതിൽ തട്ടി കഴിയുമ്പോൾ റിഫ്ലക്റ്റഡ് റേക്ക് ഒരു ഓർഡർ ഇല്ല അല്ലെ, അത് അൺഈവൻ ആയിട്ടായിരിക്കും ആ ഒരു ലൈറ്റ് സ്കാറ്റർ ചെയ്ത് പോകുന്നത്. ഇനി ഇമേജ് ഫോർമേഷൻ ബൈ പ്ലെയിൻ മിറർ. പ്ലെയിൻ മിററിന്റെ ഇമേജ് ഫോർമേഷന്റെ പ്രത്യേകതകളൊന്ന് പെട്ടെന്ന് പറഞ്ഞേ. സെയിം സൈസ് ആയിരിക്കും, സെയിം സൈസ് ആയിരിക്കും, ഡിസ്റ്റൻസ് ഒബ്ജക്റ്റിന്റെ ഇമേജിന് സെയിം ആയിരിക്കും, സെയിം ആയിരിക്കും. ഇമേജ് നേരെ ആയിരിക്കോ ചെരിഞ്ഞായിരിക്കോ ഇരിക്കുക? നേരെ. ഇൻവേർട്ടഡ് അല്ല, ഇറക്റ്റ് ആണ്. നമ്മുടെ മുഖത്ത് നമ്മൾ നോക്കുന്ന കണ്ണാടിയാണ്, അപ്പൊ അതിനകത്ത് ഇറക്റ്റ് ആയിരിക്കും. ഇറക്റ്റ് എന്ന് വെച്ചാൽ നേരെ ആയിരിക്കും ഇരിക്കുന്നത്. ഇമേജ് വെർച്വൽ ആയിരിക്കും. വെർച്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റില്ലാത്ത ഇമേജ് ആണ് എന്തെന്ന് പറയുന്നത്, വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതെന്താ ലാറ്ററൽ ഇൻവേർഷൻ? ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലായിട്ടായിരിക്കും കാണപ്പെടുക. അത് തന്നെ, ലെഫ്റ്റ് അപ്പിയേഴ്സ് റൈറ്റ് ആൻഡ് റൈറ്റ് അപ്പിയേഴ്സ് ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട് അല്ലെ. അപ്പൊ നമ്മള് അതുകൊണ്ടാണ് ആംബുലൻസ് എന്നൊക്കെ പറയുന്ന തിരിച്ചെഴുതിയേക്കുന്നത്. അപ്പൊ നമ്മുടെ മിററിൽ നോക്കുമ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ്, ഇത് ജസ്റ്റ് അതിന്റെ നോട്ടാണ്, ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇമേജിന്റെ സൈസ് ഒക്കെ സിമിലർ ആയിരിക്കും. ഇനി മിറേഴ്സ് ഉണ്ട്, രണ്ട് ടൈപ്പ് ഓഫ് മിററുകൾ ഉണ്ട് പ്രധാനമായിട്ടും, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ. ഇതിനകത്ത് നിങ്ങൾ ഇതിന്റെ ഫോക്കൽ ലെങ്ത്, റേഡിയസ് ഓഫ് കർവേച്ചർ, ഇതൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കണം. പ്രിൻസിപ്പൽ ആക്സിസ് എന്നുള്ള കൺസെപ്റ്റുകളൊക്കെ നോക്കുക, ഇതൊക്കെ എന്താണെന്ന് നോക്കുക. പിന്നെ ഇതിന്റെ ഇമേജ് ഫോർമേഷൻ ഉണ്ട്, ഇതിനൊന്നും ഞാൻ സമയം കളഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയത് ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ആണ് അല്ലെ. ഇവിടെ റെസിസ്റ്റർ ഉണ്ട്, ഒരു വോൾട്ട് മീറ്റർ ഉണ്ട്, ഒരു അമ്മീറ്റർ ഉണ്ട്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയണം. ഒന്ന്, കറണ്ടിന്റെ ഇക്വേഷൻ I = Q/T, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ജസ്റ്റ് ഒത്തിരി എക്സാമുകൾക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. I തന്നിട്ട് ഐയും ടിയും തന്നിട്ട്, അല്ലെങ്കിൽ ഇത്ര ചാർജ് ഇത്ര സമയത്തിൽ ഒഴുകും, കറണ്ട് എത്രയാണ്, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരും. I = Q/T എന്ന് പറയുന്ന ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇവിടെ നോക്കിയേ, ഇത് എന്നതാ ഈ V എന്ന് പറയുന്നത്? വോൾട്ട് മീറ്റർ. ഇത് അപ്പൊ നമ്മുടെ എക്സാമിന് ചോദിക്കും, വോൾട്ട് മീറ്റർ ഒരു കണക്ഷനിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, സീരീസ് ആയിട്ടാണോ പാരലൽ ആയിട്ടാണോ എന്നൊക്കെ ചോദിക്കും. എന്താണ് ആൻസർ വരിക? റെസിസ്റ്ററിന് പാരലൽ ആയിട്ടായിരിക്കും വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യേണ്ടത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അമ്മീറ്ററോ? സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ് വിൽ ബി 1 വോൾട്ട്. അപ്പൊ അവിടെ നമുക്ക് വോൾട്ടിന്റെ ഇക്വേഷനിലേക്ക് പോവാണ്. ഇവിടെ നോക്കാം, W = Q × ഈ നോട്ടൊക്കെ നിങ്ങളൊന്ന് വായിച്ചാൽ മതി കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. വർക്ക് ഡൺ, ഒരു Q ചാർജും വോൾട്ടും നമുക്ക് തന്നിട്ടുണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് എന്താണ്? എന്താണ് പെട്ടെന്ന് പറഞ്ഞേ? വോൾട്ട്. ഇതൊക്കെ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ, കുറച്ച് മുന്നത്തെ ഒക്കെ ആണെങ്കിലും എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് ഏതാണെന്നൊക്കെ. അപ്പൊ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണിത്. അപ്പോൾ W = Q × V, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കണം. ഇനി വേറൊരു ഇക്വേഷൻ ആണ് പവർ. പവർ എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ബൈ ടൈം. പവർ = വർക്ക് ബൈ ടൈം. ബാക്കി കൺസെപ്റ്റുകളൊക്കെ നിങ്ങളൊന്ന് വായിച്ചാൽ മതി. അതേപോലെ തന്നെ പവർ = VI. ഇനി എന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടോ പവറിന്? I²R. പവർ = I²R. ഇതൊക്കെ വെച്ച് പ്രോബ്ലംസ് പ്രീവിയസ് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്, ഇക്വേഷൻ പഠിച്ചിട്ടേ പോവുള്ളൂ. ഇനി H എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. H, ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. എന്താണ്? ഹീറ്റ് ജനറേറ്റഡ് H = I²RT. അപ്പൊ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും, ഹീറ്റ് എന്ന് പറയുന്നത് എന്തിനൊക്കെ പ്രൊപ്പോർഷണൽ ആണ്? കറണ്ടിന്, റെസിസ്റ്റൻസിന്, ടൈമിന് പ്രൊപ്പോർഷണൽ ആണ്. ക്ലിയർ ആണല്ലോ? ഇതാണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്. ഇക്വേഷൻ പഠിക്കണം, ചിലപ്പോൾ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഇനി ഇവിടെ നോക്കാം, റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. അപ്പൊ നമുക്ക് ഒരു 2 റെസിസ്റ്ററുകളെ നമ്മൾ സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വരിക? R1 + R 1/R1 + 1/R 1/R1 + R2 അല്ലെ. സോ ഇത് പാരലൽ ആണ്. ഇനി സീരീസ് ആണെങ്കിലോ, സീരീസ് ആണെങ്കിൽ കണക്ഷൻ ഇങ്ങനെയായിരിക്കും പോകുന്നത്. അപ്പൊ എന്തായിരിക്കും? R = R1 + R2. ക്ലിയർ അല്ലേ?
അപ്പൊ നോക്കിയേ, ഇവിടെ R1 പ്ലസ് R2 ആണ്, അതുകൊണ്ട് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ്. പാരലൽ കേസിലാണെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസിന്റെയും പാരലിന്റെയും കുറച്ച് പോയിന്റുകൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പാരലൽ കണക്ഷൻ ആവുമ്പോൾ എന്തായിരിക്കും റെസിസ്റ്റേഴ്സിന് അക്രോസ് സെയിം ആയിട്ടുണ്ടാവുക? എന്തായിരിക്കും? കറണ്ട് ആണോ പൊട്ടൻഷ്യൽ ആണോ? പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ ആണ് സെയിം ഉണ്ടാവുക കേട്ടോ. റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആണെങ്കിൽ എന്തായിരിക്കും? കറണ്ട് ആയിരിക്കും എല്ലാ റെസിസ്റ്റേഴ്സിനും സെയിം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മറ്റ് പോയിന്റുകൾ ഒന്ന് വായിച്ചു നോക്കിയിട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് ബി കണക്റ്റഡ് ഇൻ പാരലൽ ടു എ ഡിവൈസ് ഇൻ സർക്യൂട്ട്? എന്ത് പറ്റി? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് വോൾട്ട് മീറ്റർ ആയിരിക്കണം കണക്ട് ചെയ്യേണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ ഓംസ് ലോ എന്താണ്? ഓംസ് ലോ V equal to IR equation. V equal to IR എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. 2 പ്രോബ്ലംസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ചെയ്താൽ മതി. നമുക്ക് ടൈം കിട്ടില്ല കേട്ടോ ചെയ്തു പോയാൽ. അപ്പൊ അതിന്റെ സൊല്യൂഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നോക്കുക. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മുടെ നിക്രോമിനെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇൻസ്ട്രുമെന്റുകൾ അതൊക്കെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ? കോയിൽ ഹീറ്റ് ആവുകയാണ് അല്ലെ? ഹീറ്റിംഗ് കോയിലാണ് അവിടുത്തെ കണ്ടന്റ് എന്ന് പറയുന്നത്. എന്നാൽ മൈക്രോവേവ് പോലുള്ള ഇൻഡക്ഷൻ കുക്കർ പോലുള്ളതിലൊക്കെ എഡ്ഡി കറണ്ട് എന്ന കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ എഡ്ഡി കറണ്ട് യൂസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഇൻസ്ട്രുമെന്റുകളാണ് മൈക്രോവേവും ഇൻഡക്ഷനും ഒക്കെ. എഡ്ഡി കറണ്ട് എന്ന് വെച്ചാൽ എന്താ നിങ്ങൾക്ക് അറിയാലോ? ഇങ്ങനെ നമ്മുടെ എന്താ സർക്കുലർ ആയിട്ട് പോകുന്ന ഒരു കറണ്ട് ആണ്, അത് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. എഡ്ഡി കറണ്ട് എന്ന് പറയും. അപ്പൊ മൈക്രോവേവ് ഓവൻ ആണ് ഇൻഡക്ഷൻ. മൈക്രോവേവ് ഓവനിലും ഇൻഡക്ഷനിലും എന്തല്ല? ഹീറ്റിംഗ് കോയിൽ അല്ല യൂസ് ചെയ്യുന്നത്. എന്താ യൂസ് ചെയ്യുന്നത്? എന്ത് കൺസെപ്റ്റിൽ അവർ വർക്ക് ചെയ്യുന്നത്? എഡ്ഡി കറന്റ്. ഇനി സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസിന്റെ കൺസെപ്റ്റ് എന്താണ്? എന്ത് പ്രിൻസിപ്പിൾ ആണ്? വോൾട്ടേജ് കുറയ്ക്കും, എക്സ്ട്രാ വോൾട്ടേജ്. എന്ത് പ്രിൻസിപ്പിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ? ഓവറായിട്ട് ഇത് ചെല്ലുമ്പോൾ, നമ്മുടെ കറന്റ് സപ്ലൈ ചെല്ലുമ്പോൾ ആ ഒരു വയർ എന്ത് ചെയ്യും? പെട്ടെന്ന് മെൽറ്റ് ആവും. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്ന ലോ ആയിരിക്കും ഫ്യൂസ് വയർ കണക്ട് ചെയ്യുന്നത്. അപ്പൊ അത് മെൽറ്റ് ആവും. ഓക്കെ, അപ്പൊ മെൽറ്റ് ആവുന്നതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യും. അങ്ങനെ സർക്യൂട്ട് അത് ബ്രേക്ക് ആവും. ഇതാണ് സേഫ്റ്റി ഫ്യൂസിന്റെ കൺസെപ്റ്റ്. അപ്പൊ ഷോർട്ട് സർക്യൂട്ടിങ്, ഓവർലോഡിങ് ഒക്കെ എന്താ എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഷോർട്ട് സർക്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ആൻഡ് 2 wires from the mains come into contact with the presence of resistance increasing, they are said to be short circuit. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് ഓഫ് ദ ബാറ്ററി ഇതായി പോകുന്നതാണ് ഷോർട്ട് സർക്യൂട്ട്. ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വോൾട്ടേജ് കുറവാണെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം ഇടുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇത് ഓവർലോഡാണ്. അപ്പൊ എന്താണ്? ആ ഒരു ഇതിന് വലിക്കാൻ പറ്റുന്ന പവറിനേക്കാളും, ആ ഒരു സർക്യൂട്ടിലുള്ള പവറിനേക്കാളും അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് കൺസ്യൂം ചെയ്യുന്നതാണ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. ആരാണ് മൈക്ക് ഓൺ ആക്കിയിരിക്കുന്നത്? ഒന്ന് ഓഫ് ആക്കണേ. ഓക്കെ, ഇനി ഇനി ഇൻകാൻഡസന്റ് ലാമ്പുകൾ ഉണ്ട്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് നമ്മുടെ വീട്ടിൽ ഒരു മഞ്ഞ ലൈറ്റ് തന്നിരുന്ന ബൾബുകൾ ഉണ്ട് അല്ലെ? അതിനാണ് നമ്മൾ ഇൻകാൻഡസന്റ് ലാമ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ടങ്സ്റ്റൺ ഫിലമെന്റുകളായിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്, ടങ്സ്റ്റൺ ഫിലമെന്റുകളായിരുന്നു. അതേപോലെ ഇവിടെ കുറച്ച് പോയിന്റുകൾ ഉണ്ട്. ടങ്സ്റ്റണിനെ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്? It can become white hot and emit white light for a long period of time. ഇനി നോക്കുക, in order to avoid oxidation of tungsten. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം, ഈ ബൾബ് ഇവാക്വേറ്റ് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടാണത്? ടു അവോയ്ഡ് ഓക്സിഡേഷൻ ഓഫ് ടങ്സ്റ്റൺ. ടങ്സ്റ്റന്റെ ഓക്സിഡേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവാക്വേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇനി വേപ്പറൈസേഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ഫില്ലിംഗ് സം ഇനേർട്ട് ഗ്യാസ് അറ്റ് ലോ പ്രഷർ ഇൻസൈഡ് ദ ബൾബ്. അപ്പോൾ ബൾബിന്റെ അടുത്ത് എന്താണ്? വേപ്പറൈസേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനേർട്ട് ഗ്യാസുകൾ ഫില്ല് ചെയ്യുന്നു. നൈട്രജൻ ആണ് പ്രധാനമായിട്ടും ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നൈട്രജൻ യൂസ് ചെയ്യുന്നത്? ഇവിടുത്തെ ഒരു ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇനി എന്തുകൊണ്ടാണ് ടങ്സ്റ്റൺ ഈ ഫിലമെന്റിനെ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ഡക്റ്റിലിറ്റി, എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ ദ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. ഇതൊക്കെയാണ് അതിന്റെ പ്രോപ്പർട്ടീസ് കേട്ടോ. ഓക്കെ, ഇത് ജസ്റ്റ് പാരലൽ കണക്ഷന്റെ കാര്യങ്ങളാണ്. ഇത് വേണ്ട, നമ്മൾ പോയിന്റ് ഓൾറെഡി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ബാർ മാഗ്നറ്റ്, സോളിനോയിഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പൊ എന്താണ് ബാർ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ? അതിന് മാഗ്നറ്റിസം പെർമനന്റ് ആണ്. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇങ്ങനത്തെ ചുരുള് പോലത്തെ, അറിയില്ലേ സോളിനോയിഡ് എന്താണെന്നുള്ളത്?
ഉള്ളിൽ സോഫ്റ്റ് അയൺ കോർ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതാക്കുന്നതാണ്. ഇലക്ട്രോ മാഗ്നറ്റ് ആണ് എന്തെന്ന് പറയുന്നത് സോളിനോയിഡ് എന്ന് പറയുന്നത്. ബാർ മാഗ്നറ്റിൽ വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും, സോളിനോയിഡിൽ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി സോളിനോയിഡിൽ നമുക്ക് അതിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് ടേൺസ് ബി ഇസ് ഈക്വൽ ടു μ0 ni എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അത് വെച്ച് ഓർത്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യാം, ഇന്റൻസിറ്റി ഓഫ് കറന്റ് ഇൻക്രീസ് ചെയ്യാം, ആൻഡ് ഇൻക്രീസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ സോഫ്റ്റ് വയർ വിച്ച് ഈസ് യൂസ് ഇൻ ദ കോർ. അപ്പൊ ഇത് മൂന്നുമാണ് സോളിനോയിഡിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി കുറച്ച് ഏരിയാസ് നിങ്ങൾ എ സി ജനറേറ്റർ ഡി സി ജനറേറ്ററിന്റെ കൺസെപ്റ്റ് ഒക്കെ നോക്കണം. എ സി ജനറേറ്ററിൽ യൂസ് ചെയ്യുന്നതാണ് സ്ലിപ്പ് റിങ്ങുകൾ, ഡി സി ജനറേറ്ററിൽ യൂസ് ചെയ്യുന്നതാണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററുകൾ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കണം. ഇത് എന്തൊക്കെയാണ് അതിന്റെ കുറച്ച് എക്സ്പ്ലനേഷനുകളൊക്കെ നിങ്ങൾ നോക്കുക. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചേ. ചൂസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഇലക്ട്രോ മാഗ്നറ്റ്. ഏതായിരിക്കും? പറയൂ, ആൻസർ പറയൂ. കേൾക്കുന്നില്ലേ? Magnetism is permanent. മാഗ്നറ്റിസം ഈസ് പെർമനന്റ്. ബാർ മാഗ്നറ്റിന്റെ ആണ് മാഗ്നറ്റിസം പെർമനന്റ് അല്ലെ, പക്ഷെ ഇലക്ട്രോ മാഗ്നറ്റിൽ പെർമനന്റ് അല്ല. നമ്മൾ കൊടുക്കുന്ന കറണ്ടും അതൊക്കെ ഇപ്പൊ സോളിനോയിഡിനെ ഓർത്താൽ മതി, പെർമനന്റ് അല്ല, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതൊക്കെയാണ്. ഇനി വിച്ച് ഇഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് മെയ്ഡ് യൂസ്ഡ് ഇൻ സോളിനോയിഡ്? മാഗ്നറ്റിക് ഇഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് സോളിനോയിഡിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇലക്ട്രിക് മോട്ടോർ അതിന്റെ പാർട്സുകളൊക്കെ നോക്കണം. സ്പ്ലിറ്റ് റിംഗ് ഏതിലാണ് എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കി വെക്കണം കേട്ടോ. പിന്നെ ഞാനിവിടെ നമ്മുടെ ഒരു മൈക്രോഫോണിന്റെ കാര്യം കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു ജനറേറ്ററിൽ നടക്കുന്ന എനർജി കൺവേർഷൻ ഏതാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജനറേറ്ററിൽ നടക്കുന്ന എനർജി കൺവേർഷൻ മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി. ഓക്കെ, അപ്പൊ ജനറേറ്ററിനെ കുറിച്ചൊക്കെ നിങ്ങൾ നോക്കിയിട്ടേ പോകാവുള്ളൂ. പിന്നെ എ സി കറണ്ട്, ഡി സി കറണ്ട്, ഇതൊക്കെ ജസ്റ്റ് അതിന്റെ പോയിന്റ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം. പിന്നെ ട്രാൻസ്ഫോമർ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്. ബന്ധപ്പെട്ട ഇക്വേഷനുകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? ഓക്കെ, ബന്ധപ്പെട്ട ഇക്വേഷനുകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണെന്ന് നോക്കണം. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഈ ഒരു ഇക്വേഷൻ കേട്ടോ. ഇത് വെച്ച് പ്രോബ്ലംസ് ചോദിക്കും. വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി, അതായത് വോൾട്ടേജ് ഇൻ സെക്കൻഡറി ബൈ വോൾട്ടേജ് ഇൻ പ്രൈമറി ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ബൈ നമ്പർ ഓഫ്, ഇതൊക്കെ വെച്ച് പ്രോബ്ലംസ് ചോദിക്കും. അപ്പൊ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി ഇതൊക്കെ അതുമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പോയിന്റുകളാണ് കേട്ടോ, അതൊന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, ഇനി ഇൻഡക്ടർ ഏത് പ്രിൻസിപ്പലിനാ വർക്ക് ചെയ്യുന്ന? ഇൻഡക്ടർ മ്യൂച്വൽ ഇൻഡക്ടൻസ്. സെൽഫ് ഇൻഡക്ഷൻ എന്ന പ്രോപ്പർട്ടിയിൽ വർക്ക് ചെയ്യുന്നതാണ് ഇൻഡക്ടർ കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് മ്യൂച്വൽ ഇൻഡക്ടൻസിലാണ്. ഇൻഡക്ടർ വർക്ക് ചെയ്യുന്നത് എന്താണ്? സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ട്രാൻസ്ഫോമറിന്റെ കേസിൽ. അപ്പോൾ പവർ ഇൻ പ്രൈമറി, ട്രാൻസ്ഫോമറിൽ പവർ എന്ന് പറയുന്നത് പ്രൈമറിയിലും സെക്കൻഡറിയിലും സെയിം ആയിരിക്കും. അത് വെച്ചിട്ടാണ് ഈ ഇക്വേഷൻ. ഇത് വെച്ചും ധാരാളം പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഇതിനകത്ത് നമ്പർ ഓഫ് ടേൺസും കറണ്ടും വോൾട്ടേജും വെച്ചിട്ടുള്ള റിലേഷൻ ഉണ്ട്, അത് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് വോൾട്ടേജ് ഇൻ സെക്കൻഡറി പ്രൈമറി നമ്പർ ഓഫ് ടേൺസും ആയിട്ട് പ്രോബ്ലംസ് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ് കറണ്ടും വോൾട്ടേജും വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി പഠിച്ചിട്ട് പോകണം. ഇനി അടുത്ത മ്യൂച്വൽ ഇൻഡക്ടൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഇപ്പൊ ഫിസിക്സിലെ അത്യാവശ്യം കാര്യങ്ങൾ നമ്മളൊന്ന് ഓടിച്ചു വിട്ടിട്ടുണ്ട്. ഇനി എല്ലാം നിങ്ങൾക്ക് സിലബസ് നോക്കിയിട്ട് കുറച്ച് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്ത് പഠിക്കണമെങ്കിൽ നിങ്ങൾ പഠിച്ചു പോവാ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കെമിസ്ട്രി ടോപ്പിക് നോക്കിയാലോ? ഫിസിക്സ് അത്യാവശ്യം ഒരു റിവിഷൻ ആയില്ലേ? അപ്പൊ ഇനി കെമിസ്ട്രിയിൽ ഒന്ന് റിയാക്ഷന്റെ കേസ് പറയുമ്പോൾ എന്തൊക്കെയാണ് റിയാക്ഷൻ അഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ? ടെമ്പറേച്ചർ, ഇതിന്റെ നോട്ട് നിങ്ങൾ വായിച്ചു തന്നെ പോവാ. ടെമ്പറേച്ചർ, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ. അതായത് പാരലല് വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും. പാരലലില് വോൾട്ടേജ് സെയിം ആയിരിക്കും. പാരലൽ കണക്ഷനിൽ കറണ്ട് സെയിം ആയിരിക്കും. സീരീസ് കണക്ഷനിൽ കറണ്ട് അതായിരിക്കും. അങ്ങനെ ഓർത്താൽ മതി. സീരീസ് കണക്ഷൻ ആണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കണക്ഷൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ഉണ്ടാവുമോ എന്ന് ആലോചിക്കുക. ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഓർക്കണം കറണ്ട് സീരീസ് ആണ്. അപ്പൊ അത് മനസ്സിൽ ഉറപ്പിച്ചാൽ പിന്നെ പൊട്ടൻഷ്യൽ പാരലൽ ആണെന്ന് നമുക്ക് വന്നോളൂ. ഓക്കെ, അപ്പൊ പിന്നെ സർഫസ് ഏരിയ, കാറ്റലിസ്റ്റുകൾ, പാർട്ടിക്കിളിന്റെ സൈസ്, നേച്ചർ ഓഫ് റിയാക്ടൻ. അപ്പൊ ഇത് ഹെഡിങ് മാത്രം പഠിച്ചാൽ പോരാ, എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. സർഫസ് ഏരിയ കൂടുമ്പോൾ, ഇങ്ങനെ എക്സാമിന് ചോദിക്കാം, സർഫസ് ഏരിയ കൂടുമ്പോൾ റിയാക്ഷൻ എന്ത് ചെയ്യും? റിയാക്ഷൻ ഫാസ്റ്റ് ആവോ സ്ലോ ആവോ? പെട്ടെന്ന് പറഞ്ഞേ. ഫാസ്റ്റ് ആവും. അപ്പൊ ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഇനി വേറൊരു ചോദ്യമാണ്,
ഒരു ചോക്കിനെ ഒരു റിയാക്ഷനിൽ നമ്മൾ പൊടിച്ചിട്ടിട്ടു, അങ്ങനെ ആകുമ്പോൾ കൂടുവോ കുറയോ റിയാക്ഷൻ? ഇൻക്രീസ് സർഫസ് ഏരിയ അപ്പോഴും കൂടുമല്ലോ. അപ്പൊ ആ പൊടിക്കുക എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുമ്പോൾ സർഫസ് ഏരിയ കൂടുകയെന്ന് ഓർക്കണം. അപ്പൊ ഈ ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കും. അപ്പൊ എന്ത് പ്രോപ്പർട്ടി ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അതൊക്കെ ഒന്ന് നോട്ട് വായിച്ചാൽ മതി. ഇനി ഗ്യാസ് ലോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗേ-ലുസാക്സ് ലോ, കമ്പൈൻഡ് ഗ്യാസ് ലോ, ഐഡിയൽ ഗ്യാസ് ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഐഡിയൽ ഗ്യാസ് ലോ ഒക്കെ ഞാൻ ഒന്നും അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിന്റെ പ്രൊപ്പോർഷൻ വളരെ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ആരും മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടോ നോക്കാക്കണേ. ഒരു മോൾ ഓഫ് CO2 എത്ര ഗ്രാം ഓഫ് ഓക്സിജൻ ഉണ്ട്? 16. 16 ആണോ? CO2 അല്ലേ? 32 വരും. ഒരു ഓക്സിജന്റെ മാസാണ് 16. അത് രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ 32 വരും. അപ്പൊ ഒരു മോളിൽ 32 ഗ്രാം ഉണ്ട്. അപ്പൊ ചോദിച്ചേക്കുന്നത് എത്രയാണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2 കണ്ട 8 ഗ്രാം ഓഫ് ഓക്സിജൻ കണ്ടോ. അപ്പൊ ഇവിടെ 32 ഗ്രാമില്, അതായത് ഒരു മോളിൽ 32 ഗ്രാം ഉണ്ട്. അപ്പൊ 8 ഗ്രാം എത്ര മോളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 32നെ 8 ആക്കണേ ബൈ 4 ചെയ്യണം. അതേപോലെ തന്നെ അത് RHSലും ചെയ്യണം. 1നെ ബൈ 4 ചെയ്യണം. അപ്പൊ എത്ര വരും? 0.25 മോൾ. ക്ലിയർ ആണോ? അടുത്ത നോക്കാം, കോൺജുഗേറ്റ് ആസിഡ് ഓഫ് H2O. അപ്പൊ എങ്ങനെയാണ് കോൺജുഗേറ്റ് ആസിഡും ബേസും കണ്ടുപിടിക്കുക? കോൺജുഗേറ്റ് ആസിഡ് എന്ന് വെച്ചാൽ തന്നിരിക്കുന്നതിന്റെ കൂടെ ഒരു H+ ആഡ് ചെയ്യുക. കോൺജുഗേറ്റ് ബേസ് എന്ന് വെച്ചാൽ തന്നിരിക്കുന്നതിൽ ഒരു H+ റിമൂവ് ചെയ്യുക. അപ്പൊ കോൺജുഗേറ്റ് ആസിഡ് ഓഫ് H2O എന്ന് പറയുമ്പോൾ H2O ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, അതിന്റെ കൂടെ ഒരു H+ കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? H3O ആവും അല്ലെ, H3O+ വരും. അപ്പൊ ഇവിടെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ് വരിക. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ. പിന്നെ ഇവിടെ ഇത് ജസ്റ്റ് ഇത് നോക്കുക. ടെൻഡൻസി ഓഫ് കാർബൺ ആറ്റം ടു ലിങ്ക് വിത്ത് അനദർ കാർബൺ ആറ്റം ഏതാണ്? കാറ്റനേഷൻ ആണ് കേട്ടോ. ഇവിടെ ഇനോർഗാനിക് ബെൻസീന്റെ ഫോർമുല എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, കാരണം നമ്മുടെ സിലബസിൽ അങ്ങനെ ജസ്റ്റ് കാർബണും അതിന്റെ പ്രോപ്പർട്ടീസ് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ചിലപ്പോൾ 1-2 ചോദ്യമൊക്കെ അത് ചോദിക്കാറുണ്ട്. നിങ്ങൾ ബാക്കിയെല്ലാം സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു തീർത്ത് ടൈം ഉണ്ടെങ്കിൽ മാത്രം ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് പോയാൽ മതി കേട്ടോ. നമ്മളൊരു 1-2 ചോദ്യത്തിന് വേണ്ടിയിട്ടാണ് ഒത്തിരി കണ്ടന്റ് പഠിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആദ്യം മറ്റ് സിലബസ് ഓക്കെ ആക്കി അത് റിവൈസും ചെയ്തിട്ട് മാത്രമേ ഇതിലേക്ക് പോകാവുള്ളൂ. ഓക്കെ, ഇനി ഇത് കുറച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അലൂമിനിയം അതിന്റെ ഓറുകൾ, അയണിന്റെ ഓറുകൾ, കോപ്പറിന്റെ ഓറ്. മാലക്കേറ്റ് എന്തിന്റെ ഓറാണ്? സിങ്ക്. കലാമിൻ എന്തിന്റെയാണ്? അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. കലാമിൻ എന്തിന്റെയാണ്? സിങ്കിന്റെ ആണ്. ഓക്കെ, ഇനി ഇവിടെ മെറ്റലിന്റെ എക്സ്ട്രാക്ഷൻ, ടിൻ സ്റ്റോൺ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷനും ഓറും. ടിൻ സ്റ്റോണിന്റെ മാഗ്നറ്റിക് സെപ്പറേഷൻ വഴി ബോക്സൈറ്റ് ലീച്ചിങ്, സിങ്ക് ബ്ലെൻഡ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ടേബിൾ ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ മാഗ്നറ്റിക് ഇത് ഓരോ കാര്യങ്ങളാണ്. ഓർ ഹൈ ഡെൻസിറ്റിയും അതിൽ ഇമ്പ്യൂരിറ്റി ലോ ഡെൻസിറ്റി ആണെങ്കിൽ നമ്മൾ ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെങ്കിൽ ലെവിഗേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കും. പിന്നെ ഓർ മാഗ്നറ്റിക് ആണ്, മറ്റൊരെണ്ണം ഇമ്പ്യൂരിറ്റി നോൺ മാഗ്നറ്റിക് ആണ്, മാഗ്നറ്റിക് സെപ്പറേഷൻ വരും. ലൈറ്റർ സൾഫൈഡ് ഓർ ആണ് ഓറെങ്കിൽ ഹൈ ഡെൻസിറ്റി ഉള്ള ഇമ്പ്യൂരിറ്റി ആണെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വരും. അലൂമിനിയത്തിന്റെ കേസ് വരുമ്പോൾ ലീച്ചിങ് വരും. ഓക്കെ, ഇത് നിങ്ങൾ ടേബിൾ ഒന്ന് പഠിച്ചാൽ മതി. ഇത്രയും ക്ലിയർ ആണോ? കണ്ടന്റ് കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പെട്ടെന്ന് പെഡഗോഗി ഒന്ന് ഓടിച്ചു വിടാം. അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് നമുക്കൊന്ന് ഓടിച്ചു പോകാം കേട്ടോ. അത്യാവശ്യം ടൈം ആയി. ഓക്കെ, നോക്കാം. അപ്പൊ നമുക്ക് അസസ്മെന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല, അതിൽ വേണ്ട കുറച്ച് കാര്യങ്ങൾ ഒക്കെ ഇമ്പോർട്ടന്റ്. അപ്പൊ അസസ്മെന്റ്, ഇവാലുവേഷൻ അല്ലെ, ഇങ്ങനെ 2 കാര്യങ്ങൾ നമുക്കുണ്ട്. ഇവാലുവേഷൻ ഓക്കെ, അപ്പോൾ ഒരു എന്താണ് നമ്മൾ ഇവാലുവേഷൻ ചെയ്യുന്നത്? നമുക്കൊരു ക്ലാസിഫിക്കേഷൻ നടത്തണം, ഡയഗ്നോസ് ചെയ്യണം. അസസ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ഇവാലുവേഷൻ നടത്തും. ടൈപ്പ് ഓഫ് ഇതാണ് ഇമ്പോർട്ടന്റ്. സമ്മേറ്റീവ് ഇവാലുവേഷനും ഫോർമേറ്റീവ് ഇവാലുവേഷനും. സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ലാസ്റ്റ് ആനുവൽ എക്സാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഫോർമേറ്റീവ് ഏതാണ്? ഒരു കോഴ്സിന്റെ ഇടയ്ക്ക്, മീൻസ് ഡ്യൂറിംഗ് എ കോഴ്സ്. ഇപ്പൊ നമുക്ക് കുറെ അസൈൻമെന്റ്സുകൾ, പോർട്ട്ഫോളിയോസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ എവിടെ വരും? ഫോർമേറ്റീവ് ഇവാലുവേഷനിൽ വരും. ഓക്കെ, പിന്നെ ടൂൾസ് ഓഫ് ഇവാലുവേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അനക്ഡോട്ടൽ റെക്കോർഡ്, അതായത് ഒരു പ്രത്യേകിച്ച് സംഭവങ്ങൾ എഴുതുന്നത്. ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഹിസ്റ്ററി ഉൾപ്പെടുത്തുന്നത്. ചെക്ക് ലിസ്റ്റുകൾ, പിന്നെ റേറ്റിംഗ് സ്കെയിൽ, ക്വസ്റ്റ്യൻ. ഇതൊന്നും നമ്മൾ അത്ര ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. നിങ്ങൾ ജനറൽ പേപ്പറിലും കുറെയൊക്കെ പഠിക്കുന്നതാണ്. പിന്നെ സോഷ്യോമെട്രി ആരാണ് ഡെവലപ്പ് ചെയ്തത്? JL മൊറീനോ. അതിനകത്ത് സ്റ്റാർ, ക്ലിക്ക്, ഐസൊലേറ്റുകൾ ഉണ്ട്. അതിനകത്ത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നവരാരാ? സ്റ്റാർ. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് വെക്കുക. പ്രൊജക്റ്റീവ് ടെക്നിക്കൽ, ചാറ്റ് ഒക്കെ ഏത് ടെക്നിക്കാണ്? വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ഒക്കെ പ്രൊജക്റ്റീവ് ടെക്നിക് ആണെന്നൊക്കെ കറക്റ്റ് അറിഞ്ഞിരിക്കണം. എക്സാമ്പിൾ വെച്ച് ചോദിക്കും കേട്ടോ. ഇനി നോൺ റെഫറൻസ്ഡ് ടെസ്റ്റുകളുണ്ട്, ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റുകളുണ്ട്. നോൺ റെഫറൻസ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ CBSE ഒക്കെ ഇപ്പോഴത്തെ ഇവാലുവേഷൻ സിസ്റ്റം നോൺ റെഫറൻസ്ഡ് ആണെന്ന് പറയാം. നമ്മുടെ സ്റ്റേറ്റ് സിലബസിന്റെ ഒക്കെ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ആണ്. അതായത് നമുക്ക് 90 മാർക്കിന് മുകളിലാണെങ്കിൽ A+, അവർ ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. നോൺ റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം കുട്ടികളുടെ പെർഫോമൻസ് എങ്ങനെയാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. ഇനി ടീച്ചർ മെയ്ഡ് ടെസ്റ്റുകൾ, സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റുകൾ. സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ നമ്മുടെ ബോർഡ് എക്സാം, SSLC എക്സാം ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് ആണ്. അതായത് ഒരു പ്രദേശത്തെ എല്ലാവരും ഒരു എക്സാം ആണ് എഴുതുക. ടീച്ചർ മെയ്ഡ് ടെസ്റ്റുകൾ ഓരോ ദിവസത്തെ പഠിപ്പിക്കൽ എങ്ങനെയുണ്ടെന്നൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചറിന്റെ ടെസ്റ്റുകളാണ്. ഇനി ഒരു ഗുഡ് ക്വാളിറ്റി ടെസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ചോദിക്കുന്നതാണ് റിലയബിലിറ്റിയും വാലിഡിറ്റിയും. കൺസിസ്റ്റൻസിനെയാണ് നമ്മൾ റിലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാലിഡിറ്റി എന്ന് പറഞ്ഞതാണ് ഇഫ് എ ടെസ്റ്റ് മെഷേഴ്സ് വാട്ട് ഇറ്റ് ഇന്റൻസ് ടു മെഷർ, അങ്ങനെയാണെങ്കിൽ അത് വാലിഡ് ആണ്. എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു ടെസ്റ്റ് അത് ഇന്റന്റ് ചെയ്യുന്ന, മെഷർ ചെയ്യുന്നത് എന്ത് പ്രോപ്പർട്ടി ആണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് CCE, കണ്ടിന്യൂന്റ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. അസസ്മെന്റ് ആസ് ലേണിംഗ്, ഫോർ ലേണിംഗ്, ഓഫ് ലേണിംഗ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് പോയിന്റുകൾ പറയുന്നുള്ളൂ പെഡഗോഗിയിൽ. ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പോകണം. അപ്പോൾ ഗ്രേഡിംഗ്, ഡയറക്റ്റ് ഗ്രേഡിംഗ്, ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ്. പിന്നെ ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ എസ്സേ, ഒബ്ജക്റ്റീവ് ടൈപ്സ്, ട്രൂ ഓർ ഫോൾസ്, മാച്ചിങ് ടൈപ്പ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഇനി അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്തിനുള്ളതാ?
വേഗം പറഞ്ഞേ. ഒരു സ്റ്റുഡന്റ് എന്താണോ അച്ചീവ് ചെയ്തത് അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പൊ ഒരു കുട്ടിയുടെ പഠന പ്രശ്നം ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ് നമ്മൾ നടത്തേണ്ടത്? ഡയഗ്നോസ്റ്റിക്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കേട്ടോ. എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കേണ്ടത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. അതേപോലെ എന്താ കുട്ടി പഠിച്ചു എന്നറിയാനുള്ളതൊക്കെ അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ്. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് പോകും. പിന്നെ കുറച്ച് തിയറികളുണ്ട്, അതും ജനറൽ പാർട്ടിൽ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും, നമ്മുടെ സിലബസിലും പറഞ്ഞിട്ടുണ്ട്.